ഒരു റബ്ബർ തോട്ടമാണ്. ഈ റബ്ബർ തോട്ടത്തിൽ ഈ സമയത്തുള്ള ഒരു അവസ്ഥ. ഞാൻ വീടിൻ്റെ ഉൾഭാഗത്ത് കയറി ടെറസിൽ നിന്നിട്ടാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാ തൊട്ടു മുകളിൽ ആകാശത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും. ആകാശത്തിൻ്റെ വിവിധ കളറുകൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച, ആകാശവും ഭൂമിയും ഇതിലുള്ള എല്ലാ വസ്തുക്കളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുമ്പോൾ ഇതിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവ് അജയ്യനാണെന്നും ശക്തനാണെന്നും ബോധ്യപ്പെടാൻ വേറെ തെളിവുകളുടെ ആവശ്യമൊന്നുമില്ല. ഖുർആൻ്റെ ഒരു വാക്കുണ്ട്, നിങ്ങൾ കാണുന്ന ആകാശം, ആ ആകാശത്തെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ, പഠിച്ചു നോക്കൂ. ആ ആകാശത്തിന് എവിടെയെങ്കിലും ഒരു തൂണുള്ളതായി കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു തൂണോ ഒരു ബീമോ ആ ആകാശത്തിനുണ്ടോ എന്ന് നോക്കിക്കേ. ഇന്ന് വരെ ആകാശലോകത്ത് ഒരു തൂണുള്ളതായി നമ്മൾ കണ്ടിട്ടില്ല. കണ്ടു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കേട്ടിട്ടില്ല. ആകാശത്തിന് തൂണുണ്ട് എന്ന് ഇന്ന് വരെ ഒരാളും പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. എന്നാൽ ഈ ആകാശലോകത്ത് എന്തെല്ലാം സംവിധാനങ്ങളാണ് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വച്ചത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ആ കാണുന്ന ചന്ദ്രൻ അത് പടിഞ്ഞാറ് നിന്ന് ഉദിച്ച് കിഴക്കോട്ട് സഞ്ചരിക്കുക. അതുപോലെ തന്നെ ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറിലേക്ക് സഞ്ചരിക്കുക. ഈ രണ്ട് സഞ്ചാരങ്ങളും നമ്മൾ കേട്ടിട്ട് എവിടെയെങ്കിലും ബ്ലോക്കിലായെന്നോ അല്ലെങ്കിൽ അവർ തമ്മിൽ കൂട്ടിമുട്ടിയെന്നോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ രണ്ട് വസ്തുക്കൾ അല്ലാഹു തആല അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിപ്പിക്കുന്നുണ്ട്. സൂര്യൻ പടിഞ്ഞാറിലേക്കും ചന്ദ്രൻ കിഴക്കിലേക്കും. കൂടാതെ കോടാനക്കോടി എണ്ണം വരുന്ന നക്ഷത്രങ്ങളെ ഈ ആകാശത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതുകൂടാതെയാണ് ഈ ആകാശലോകത്ത് നിന്ന് മഴ നമുക്ക് വരുന്നത്. ഇപ്പം നമ്മുടെ ഭൂമിയിലേക്ക് നോക്കിയാൽ പച്ചപ്പുള്ളതെല്ലാം വാടിക്കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, ഉണങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും കുറച്ചൊക്കെ ചിലപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പച്ചപ്പാക്കാൻ പറ്റുമായിരിക്കും. ബാക്കിയെല്ലാം കരിഞ്ഞതുപോലെ തന്നെ കാണാനും പറ്റും.
ഉം. അങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന ഈ സാധനങ്ങളൊക്കെ മഴ വർഷിപ്പിക്കുകയാണ് അല്ലാഹു തആല. ആ മഴ അല്ലാഹു തആല വർഷിപ്പിക്കുന്ന ആകാശത്തു നിന്നാണ്. ആകാശലോകത്ത് മഴ പെയ്യാൻ പാകത്തിന് വെള്ളം കെട്ടി നിർത്തുന്നുണ്ട് എന്ന് ഇന്ന് വരെ ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല. അവിടെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുക, ആവശ്യത്തിന് തുറന്നു വിടുന്നു എന്ന് ഇതുവരെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ആകാശത്തിൻ്റെ വൈവിധ്യമാർന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. കളറുകൾ, വിവിധ കളറുകൾ അല്ലേ? പക്ഷെ അവിടെ ഒരു വെള്ളം ശേഖരിച്ച് വച്ചിട്ടുണ്ട്. അത് സമയത്ത് തുറന്നു വിടുകയാണ് എന്ന് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല. പക്ഷേ അള്ളാഹു അതിൻ്റെ ആവശ്യം നേരിടുന്ന സമയത്ത് തന്നെ ആ മഴയെ ഇങ്ങോട്ട് അയക്കുന്നു. മഴ ഭൂമിയിലെത്തുന്നു. ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്നതെല്ലാം അല്ലാഹു തആല പുഷ്പിക്കുന്നു. അതെല്ലാം പച്ചയായി വീണ്ടും പുനർജനനം കിട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ആകാശം. ഏറെക്കുറെ ഇതിൻ്റെ മറ്റൊരു രീതിയിലാണ് ഭൂമിയെ അള്ളാഹു സംവിധാനിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയേണ്ടതൊന്നുണ്ട്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ച തമ്പുരാനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചത്. ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു രഹസ്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. സുബ്ഹാനക ഫഖിന അദാബന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമേ എന്ന് വിശ്വാസികൾ പറഞ്ഞു പോകും. ചിന്തിക്കുന്ന വിശ്വാസികൾ. ഈ ആകാശം കാണുമ്പോൾ ആകാശത്ത് തൂണില്ല. ചന്ദ്രനെ അല്ലാഹു തആല അതിൽ നിക്ഷേപിച്ചിരിക്കുന്നു. സൂര്യനെ അല്ലാഹു അതിൽ സംവിധാനിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങൾക്ക് ആകാശലോകത്ത് സൗകര്യമൊരുക്കിയിരിക്കുന്നു. മഴയെ അല്ലാഹു തആല അവിടെ സംവിധാനിച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ ചിന്തിക്കാൻ പറ്റുന്ന ഓരോ പോയിന്റിലും ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റും. അവൻ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഇതെല്ലാം നീ വെറുതെ ശൂന്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. നേരം പോക്കിനായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ ഞങ്ങളെ നരകത്തെ തൊട്ട് കാത്തോളനെ എന്നാണ് മുഅ്മിനിൻ്റെ വായിൽ നിന്ന് ഹൃദയം അറിഞ്ഞുകൊണ്ട് വരുന്നത് എന്ന്. നോക്ക്, എത്ര മനോഹരമായ കാഴ്ചയാണ് ഈ പുലർക്കാല കാഴ്ച അല്ലേ? പക്ഷികളുടെ ശബ്ദം, അതുപോലെ നിശബ്ദത. ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഈ നിശബ്ദത ഇവിടെ ഇല്ല. മനുഷ്യരായി, വണ്ടികളായി, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളായി ഈ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ശബ്ദ കോലാഹലങ്ങളിലേക്ക് നമ്മൾ മാറുകയാണ്. വീണ്ടും നമുക്ക് രാവ് വരുന്നു. ഈ നിശബ്ദത വീണ്ടും ഇവിടെ രൂപപ്പെടുന്നു. ഇങ്ങനെ ഈ ഭൂമിയെ അല്ലാഹു തആല ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൈകാര്യം ചെയ്യുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. അവൻ്റെ ദൃഷ്ടാന്തം സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ ആ ഒരൊറ്റ കാരണം മതി എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കാൻ ഉദ്ദേശിച്ചത്. എന്തായാലും സൃഷ്ടാവിൻ്റെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഒരു വഴിക്കും, ചിന്തിക്കാത്ത മറ്റൊരു വഴിക്കും സഞ്ചരിക്കുന്നു. അവസാനം എന്താവും എന്നുള്ളത് അത് സൃഷ്ടാവിൻ്റെ തീരുമാനം തന്നെയാണ് വരേണ്ടത്.
ആ സൃഷ്ടാവിന് തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. നല്ലത് കാണാനും നല്ലത് ചിന്തിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കണം, ഇത് കാണണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.